Gosha is part of a Chinese medicinal therapy. Okay. Okay. So what it does? What it does? So Gosha is basically making marks Okay. on the body and creating micro tears. So when you create micro tears, blood accumulates here and starts healing. അപ്പോൾ മസിലിന് റീജുവിനേഷൻ കിട്ടും, ടോണിങ് ബെറ്റർ ആയിരിക്കും, ആൻഡ് ആക്സസിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഇൻക്രീസസ് എ ലോട്ട്. അപ്പൊ ഞാനൊരു സംഭവം ആവും എന്നാണ് അവൻ പറഞ്ഞത്. അതാ ചെയ്തരാ ലാസ്റ്റ് ആവുമ്പോ ഉള്ളിത്തെ സംഭവമൊക്കെ എടുക്കാം. ഇത് ചെയ്യണത് എന്തിനാ? ഇതെന്തിനാ ചെയ്യണത്? ഇതോ എടാ, ഇത് സ്പൈനല്ലേ, സ്പൈനിനെ ചുറ്റി 2 പില്ലേഴ്സ് ഉണ്ടാവും സപ്പോർട്ടായിട്ട്. അത് വന്നിട്ട് ലൂസായി കിട്ടിയാൽ ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസസ്. അതേപോലെ ബ്ലഡ് ഫ്ലോ അല്ലേ, ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ ഭയങ്കര സുഖമായിട്ടുണ്ടാവും. ഇതെന്തിനാ കുത്തനെന്ന് പറഞ്ഞു തരുമോ? ഇതെന്തിനാ കുത്തനെ? എടാ ഇത് ഹാർട്ട് സെന്ററാ. ഓക്കെ, അത് കുത്തി എന്താവുക? ഇവിടെയുള്ള സ്റ്റക്ക് ആയ എനർജീസ് ഒക്കെ ഈ സ്പൈറൽസ് ആണല്ലേ സൂം ചെയ്ത്, അപ്പൊ ഇതൊരു കണക്ഷൻ പോലെയാ. ഈ ഇതുണ്ടോ പിന്നില്ലേ, സോ ദിസ് പിൻ ഗോസ് ഇൻ ടു ദ സ്പൈൻ ആൻഡ് ടച്ചസ് ടു ദ എനർജറ്റിക് സിസ്റ്റം ആൻഡ് ദെൻ ദിസ് കോയിൽ, സിൽവർ കോയിൽ ബ്രിങ്സ് ഔട്ട് ദ ഹീറ്റ്. സോ എല്ലാ എനർജിയും കൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്നു, ഉള്ളിൽ നിന്ന് പുറത്തെടുക്കും ഈ പിന്ന്. അപ്പൊ സ്റ്റോർഡ് ഇമോഷൻസ് മീൻസ് എനർജീസ് ഇൻ മോഷൻ, ഇമോഷൻസ്. സോ ആ എനർജി പുറത്തെടുക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അത്. അപ്പൊ അത് സ്റ്റാർട്ട് ലൂസ് ചെയ്ത മുഖത്തുത്തി എന്താവുക? മുഖത്തുത്തിയാലോ? സോ ഫേസ് ഹാസ് ദ ബ്ലൂ പ്രിന്റ് ഫോർ ദ എൻറ്റയർ സ്പൈൻ. ഓക്കെ. അപ്പൊ ബ്രെയിൻ അല്ലേ? എടാ ഇതൊക്കെ ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ആണെങ്കിൽ ബോഡി വേണ്ടേ? This is your face collagen. So you induce it by making micro cuts in the face, so the entire face gets like anti-wrinkle effect, anti-aging. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ എടാ പണ്ടോട്ടുണ്ടാ. പക്ഷെ ഇതൊന്നും ആരും ചെയ്യാറില്ലല്ലോ. ചെയ്യാറുണ്ട് ചൈനയില്. ഇപ്പോ 8/4/25 11:45 എന്റെ ബർത്ത്ഡേയുടെ അന്ന് പെട്ടെന്ന് ഇത് ചെയ്യാൻ തുടങ്ങി. ഈ സാധനം എഴുതി താനെ എന്നിട്ട് അങ്ങനെ പഠിച്ചതാണ് ഈ മെഡിറ്റേഷൻ. അപ്പോ നമ്മുടെ തെറാപ്പി ഒക്കെ കഴിഞ്ഞു. തെറാപ്പി ഒരു തെറാപ്പി ആയിരുന്നു സംഭവം. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് കുറെ സ്ട്രെസ് ഒക്കെ പോയി. സംഭവം ചെറിയ ചെറിയ വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് റിലാക്സേഷൻ, കുറച്ച് സ്ട്രെസ് ഫ്രീ തെറാപ്പി ചെയ്ത നമ്മുടെ ആശാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആശാൻ എന്താ പറയാനുള്ള വ്യൂവേഴ്സിനോട്? വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ഇത് കട്ട് ചെയ്യുന്നു. ലൈൻ കട്ട്. അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ ഗൈസ് ബൈ 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 പറഞ്ഞോ, ബൈ പറഞ്ഞോ, ബൈ 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 ബൈ. അപ്പൊ നമ്മൾ പോവാണ്, വൈൻഡപ്പ് ചെയ്യണേ. രോഹിത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താ പറയടാ? റെക്സ് ആക്ച്വലി മലയാളിയാണോ തമിഴാളിയാണോ? ഇതിനൊന്നും ഉത്തരം എന്താന്ന് വെച്ചാൽ അവൻ രണ്ടും അല്ല, അവനൊരു എരപ്പാളിയാണ്. ഞാൻ ഹൈബ്രിഡ്, എങ്ക അപ്പ തമിഴ് അമ്മ മലയാളം, അപ്പൊ ഞാൻ രണ്ടും കലർന്ന ഒരു സംഭവമായി. അപ്പൊ പോവാ. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. ഗൈസ് നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. സ്പെഷ്യൽറ്റി ഓഫ് നീലഗിരീസ്. ദി ടേസ്റ്റ് ഓഫ് നീലഗിരീസ്. നമ്പർ 13. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. അവിടെ എത്തി, ചായക്കടയിലെത്തി. സ്പെഷ്യൽ ചായക്കടയാണ്, നോക്കിക്കോ. അതല്ലേ എടാ, ഇത് സൂം ചെയ്യാൻ പറ്റില്ലല്ലേ? സെൽഫി. ഓക്കെ. അപ്പോൾ ഓർഡർ ചെയ്യട്ടെ. ഓയിലി ഫുഡ് ആണോ? രക്തചന്ദനം എന്താണടാ? ഇത് നമ്മുടെ മണത്തോട്ടെ. ആരാണ്? പുഷ്പ. താഴത്തില്ലടാ. അഖിലാണ് കടത്തി വന്നത് കേരള ബോർഡർ ടു തമിഴ്നാട്. ഈ മുഖം നോട്ട് ചെയ്ത് വെച്ചാ ഗൈസ്, പോലീസ്. എന്നാ പോവല്ലേ, തിരക്കില്ലേ?